മുത്തുകളെ പന്നിയുടെ മുമ്പിൽ എന്ത് ചെയ്യരുത്? ഇട്ടുകൊടുക്കരുത്, അത് ചീന്തിക്കളയുമെന്നാ പറയുന്നത്. കാരണം സുബോധമില്ല. ഇതിനകത്തിരിക്കുന്ന സമയത്ത് നമുക്ക് സുബോധമില്ലെന്ന്. നമ്മുടെ സുബോധം നഷ്ടപ്പെട്ട് മണിക്കൂറുകൾ ഇതിന്റെ കൂടെ ഇരിക്കും. എന്നിട്ട് നമ്മളൊരു പ്രാർത്ഥനയുണ്ട്, അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു, ഇനി ഞാൻ നിന്റെ മകന് പേരിന് യോഗ്യനല്ല, പക്ഷേ നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ എന്ത് ചെയ്യണം? ഇരിക്കുന്ന ഇടം എവിടാ? അതുകൊണ്ടാ ഈ പ്രാർത്ഥന നാവിൽ നിന്ന് ഉയരുന്നത്. അപ്പനും പറയുന്നു, നീ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം വിശുദ്ധമായതൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല, ആയുധമൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല, അവകാശമൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് മടങ്ങി വരുന്നിട്ട് പറയും, അപ്പാ ഞാനിതാ മടങ്ങി വന്നിരിക്കുന്നു, അവകാശം തരണമേ. ആയുധമെടുക്കും, മൂർച്ചയില്ല. കാരണം എന്താ? മൂർച്ച കൂട്ടേണ്ട സമയത്ത് മണിക്കൂറുകൾ ഇതിന്റെ കൂടെ ആയിരുന്നു. എപ്പോഴെങ്കിലും ഒരു അവസരം വരുമ്പോ, സാഹചര്യം വരുമ്പോ, പ്രശ്നം വരുമ്പോ ആയുധമെടുക്കും, സ്തോത്രം പറയും, രണ്ട് അന്യഭാഷ പറയും, കഴിഞ്ഞു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അതുകൊണ്ട് എന്ത് പറ്റി? ദൈവസഭയുടെ അധികാരം, ദൈവസഭയുടെ അവകാശം എവിടെയോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. എന്നെ ദൈവം മടക്കി വരുത്തിക്കൊണ്ടിരിക്കുക അപ്പന്റെ ഭവനത്തിലേക്ക്. ഞാനും ഇങ്ങനെയായിരുന്നു കേട്ടോ. ഒരു പാരമ്പര്യ വിശ്വാസിയായിട്ടാണ് ഞാൻ ഈ ബാംഗ്ലൂരിൽ വന്നത്. ദൈവം എന്നെ ആ പാരമ്പര്യ പെന്തക്കോസ്തിന്റെ അനുഭവം പൊട്ടിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയായിട്ടുള്ളത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ച് തന്നതുകൊണ്ടാ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ നിൽക്കുന്നത് അന്യഭാഷ, ആമേ, ഹല്ലേലൂയ, ആമേ, 2 പാട്ട് പാടിയിട്ട് അതിന്റെ ലാസ്റ്റിൽ 2 അന്യഭാഷ പറഞ്ഞു നിർത്തുന്ന വ്യക്തിയായിരുന്നു ഞാൻ. കൈയടിച്ച്, ആമേ, സ്തോത്രം, അവസാനത്തെ പാട്ടിന്റെ കൂടെ മാത്രം അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്ന പാരമ്പര്യ സഭയിലെ ഒരംഗമായിരുന്നു ഞാൻ. എന്നാൽ എനിക്കിന്ന് ദൈവം പ്രകാശനം തന്നപ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴം തന്നപ്പം എനിക്ക് മനസ്സിലായി, ഇതൊരായുധമാണ്. ഇത് നിനക്ക് ആ പാട്ടിന്റെ അവസാനം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുവാനുള്ളതല്ല. ആമേ, സ്തോത്ര. നിന്റെ ആയുധത്തിന് മൂർച്ച കൂട്ടണമെങ്കിൽ നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഇതിനാ പൊരുൾ തിരിച്ചു തരിക എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. എനിക്കറിയാം എന്റെ സഭയിൽ അങ്ങനെയായിരുന്നു. എന്നോട് ആരും പറഞ്ഞിട്ടില്ല നിനക്ക് ജോലി ചെയ്യുമ്പോൾ അന്യഭാഷ പറഞ്ഞുകൊണ്ട് നടക്കാമെന്ന്. ആമേൻ, നിനക്ക് കിടക്കുന്ന സമയത്ത് അന്യഭാഷ പറയാമെന്ന്, വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അന്യഭാഷ പറയാമെന്ന്, കുക്കിംഗ് ചെയ്യുമ്പോൾ, ആമേൻ, തുണി കഴുകുമ്പോൾ അന്യഭാഷ പറഞ്ഞ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കണക്റ്റായി നിൽക്കാമെന്ന് എന്നോട് ആരും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. അതിന്റെ ബുദ്ധിമുട്ട് എന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം എന്നെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു കൊടുക്കും എന്റെ തലമുറയോട്, കുഞ്ഞെ, ദൈവമായിട്ട് നിനക്ക് സ്വർഗവുമായിട്ട് എപ്പോഴും കണക്റ്റായി നിൽക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് എപ്പോഴും ഈ ഭാഷ പറഞ്ഞുകൊണ്ട് നിൽക്കാം. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് ഞാൻ അടുക്കള ജോലി ചെയ്യുമ്പോ ദൈവം ഒരു ദൂത് തന്നു. പെട്ടെന്ന് ഞാൻ ഓടിപ്പോയി എന്ത് ചെയ്തു? അത് എഴുതി വെക്കുവാനായിട്ടിടയായി തീർന്നു. ഞാൻ എന്നെ പുകഴ്ത്തി പറയുവല്ല, സ്വർഗവുമായിട്ട് കണക്റ്റായി നിന്നാൽ ദൈവം നമുക്കത് തന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആയുധം നഷ്ടപ്പെട്ടത് മടക്കി പ്രാപിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, ഇനിയും ഒരു മകൻ വീട്ടിലുണ്ടായിരുന്നു അല്ലേ? നമ്മളെ പോലെ ആ വീട്ടിലൊരു മകനുണ്ട്. ഈ മകൻ സന്തോഷിക്കുന്ന കണ്ടപ്പം ആ മകൻ വരുന്നത് എവിടെ നിന്നാന്ന് എഴുതിയിട്ടുണ്ട്. അവൻ എവിടുന്നാ കയറി വരുന്നേ? എവിടുന്നാ? വയലിന്ന്. വയൽ എന്തിനെ കാണിക്കുന്നു? ദൈവരാജ്യത്തെ കാണിക്കുന്നു. വയൽ ദൈവരാജ്യത്തെ കാണിക്കുന്നു. ഈ വയലിൽ നിന്ന് വരുന്ന മകൻ ഈ അപ്പനോട് കോപിച്ചെന്നാ എഴുതിയിരിക്കുന്നേ അല്ലേ? കോപിച്ചെന്നാ എഴുതിയിരിക്കുന്നേ. എവിടുന്നാ വരുന്നേ? വയലിൽ നിന്ന്. കോപിച്ചു. പോട്ടെ, ഞാൻ അവിടുന്ന് വിടുവാ. രണ്ടാമത് അവൻ അപ്പനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇത്രയും നാളും നിന്റെ കൂടെ ആയിരുന്നു, എനിക്കിതുവരെ നീ ഒന്നും തന്നിട്ടില്ല. അപ്പൊ അപ്പം പറയുന്ന ഒരു കാര്യമുണ്ട്, മോനെ, ഇതെല്ലാം നിന്റേതായിരുന്നു, നീ എന്തേലും എടുത്തോ? വയലിലുള്ള മോന്റെ കാര്യം ഞാൻ പറയുന്നത്, നഷ്ടപ്പെടുത്തിയ മോന്റെ കാര്യമല്ല. ഈ വയലിലുള്ള മോൻ പറയുവാ, അപ്പൊ ഞാൻ ഇത്രയും നാളും നിന്റെ കൂടെ ആയിരുന്നു, നീ എനിക്ക് എന്തെങ്കിലും തന്നോ? പക്ഷെ എല്ലാം നശിപ്പിച്ചിട്ട് വന്ന നിന്റെ മകൻ വന്നപ്പോ നീ എന്ത് ചെയ്യുന്നു? അവനെല്ലാം കൊടുക്കുന്നു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ വയലിലുള്ള മകൻ എന്തെങ്കിലും എടുത്തോ? അപ്പം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതെല്ലാം നിന്റേതായിരുന്നു, നീ എടുത്തില്ല. ഇന്ന് നമ്മുടെ അവസ്ഥ അതല്ലേ? ആയുധമെല്ലാം കണ്ടോണ്ടിരിക്കുക, അവകാശങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കുക, ശത്രു എവിടേക്കോ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുക.
എനിക്ക് ദൈവം ആമേ ചില വ്യക്തികളെ പരിചയപ്പെടുത്തിയിട്ട അതാ ഇന്നെന്റെ മെസ്സേജ്. ഞാൻ ഇന്ന് അതിനാ വന്നേ. ഇത് പറയേണ്ടി വന്നപ്പോഴേ സമയം പോയി. എന്തിനാ ഇത് പറയാൻ വന്നതെന്നറിയാമോ? കഴിഞ്ഞ ആഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നെങ്കിൽ അല്ലേ എനിക്ക് ഇന്ന് ഇത്രയും പറയണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ആലയത്തിനകത്ത് ആയുധം നഷ്ടപ്പെട്ടത് പ്രാപിക്കണം, മടക്കി പ്രാപിക്കണം. ഹല്ലേലൂയ. ആയുധം നഷ്ടപ്പെട്ടത് മടക്കി പ്രാപിക്കണമെന്ന് പറയാൻ വന്നതാ. പക്ഷെ അതിനൊരു കാര്യം ചെയ്യണം. എവിടെയാണോ നമ്മൾ ഇരുന്നു കൊണ്ട് മൂർച്ച കൂട്ടുന്നത്, തടസ്സമാക്കിക്കൊണ്ടിരിക്കുന്നത്, അതിനെ നമ്മൾ മാറ്റിവെക്കണം. അത് എന്തായിരുന്നാലും, റിലേഷൻസ് ആയിരുന്നാലും, അത് ഈ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗമായിരുന്നാലും, അത് നമ്മുടെ ജീവിതത്തെ എന്തെങ്കിലും ബന്ധങ്ങളായിരുന്നാലും, എന്ത് തന്നെ ആയിരുന്നാലും, അപ്പന്റെ അവകാശത്തിൽ നിന്ന് അല്ലെങ്കിൽ ആയുധത്തിന്റെ മൂർച്ചയെ കുറയ്ക്കുന്നത് എന്തായിരുന്നാലും അതിനോട് നോ പറയണം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഭവനത്തിന് ഒരു അനുഗ്രഹമായിരിക്കും, നമ്മുടെ ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായിരിക്കും. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഈ പഴയ നിയമത്തിൽ അവകാശം പ്രാപിച്ച ഒരു വ്യക്തിയുണ്ട്. ആരാന്ന് പറയാമോ? പഴയ നിയമത്തിൽ അല്ല, അത് മല്ല് പിടിച്ച് തന്റെ അനുഗ്രഹം പ്രാപിച്ചു. അവകാശത്തിലേക്ക് കയറിയ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ തലമുറയും അവകാശം പ്രാപിച്ചു. അല്ല, രണ്ടു പേരെ അവകാശത്തിലെത്തിയുള്ളൂ. അതിലൊരാളാ ഇനിയും പറയാം, യോശുവയും കാലേബും. ഇനിയും അദ്ദേഹത്തിന്റെ മകളും അവകാശം പ്രാപിച്ചു. ഇനി ആരാന്ന് പറയാമോ? അക്സയുടെ ഫാദർ ആരാ? കാലേബ്. അപ്പന്മാർ അവകാശം പ്രാപിച്ച മക്കളും ചോദിച്ചു മേടിക്കും. ഹല്ലേലൂയ, ആമേൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പന്മാർ അവകാശം ചോദിച്ചു വാങ്ങിച്ചാൽ മക്കളും എന്ത് ചെയ്യും? ചോദിച്ചു വാങ്ങിക്കും. ഞാൻ ആ ഭാഗം എടുത്ത് വായിപ്പിക്കാൻ സമയമില്ല, ഞാൻ ഓടിച്ചു പറയാം. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. എനിക്ക് തോന്നുന്നു ആ സംഖ്യാപുസ്തകം ലാസ്റ്റിലും യോശുവയുടെ പുസ്തകത്തിലും എഴുതിയിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. മോശയുടെ കാലത്ത് സഞ്ചരിച്ചതില് പിറുപിറുത്തത് നിമിത്തവും ദൈവത്തിൽ നിന്ന് അകന്ന നിമിത്തം സ്തോത്രം ഒരു വെള്ളത്തിന്റെ അരികെ വന്നപ്പം ഭയങ്കര കലഹമുണ്ടായ നിമിത്തം ജനമെല്ലാം ചത്തൊടുങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു? എല്ലാവരെയും ഈ ഖനാൻ ദേശം എന്ന അവകാശത്തിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു, വാഗ്ദത്തത്തിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു. പക്ഷേ ജനത്തിന്റെ പിറുപിറുപ്പും പാപവും മന്ദതയും ഇടയ്ക്കിടയ്ക്കുള്ള ഈ പ്രശ്നം നിമിത്തം അവരെന്ത് ചെയ്യുവാനായിട്ടിടയായിത്തീർന്നു? അവരെല്ലാവരും ചത്തൊടുങ്ങി. പിതാക്കന്മാരിൽ ശേഷിച്ചത് രണ്ടു പേര്. ആര്? ആമേൻ, യോശുവയും കാലേബും. ഈവൻ മോശയും അഹരോനും പോലും ആ ദേശം എന്ത് ചെയ്തില്ല, കണ്ടില്ല. അവരോട് പറയുന്നു, നിങ്ങൾ അവരുടെ നേതാവായിരുന്നിട്ട് ശരിയായ ഒരു ഡിസിഷൻ മെരീബ കലഹത്തിൽ വെച്ച് എടുക്കാഞ്ഞത് കൊണ്ട് നിങ്ങളെയും ഞാൻ ആ ദേശം കാണിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അവകാശത്തിന് വേണ്ടി നിൽക്കുമ്പം, അധികാരത്തിന് വേണ്ടി നിൽക്കുമ്പം ചിലതൊക്കെ സഹിക്കണം. ആമേൻ, ചിലതൊക്കെ സഹിക്കണം. ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരും, ഒറ്റപ്പെടുത്തിയെന്ന് വരും, നിന്ദകൾ സഹിക്കേണ്ടി വരും, അപമാനങ്ങൾ സഹിക്കേണ്ടി വരും. ആമേൻ, ധൈര്യത്തോടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ, ആമേൻ, സ്തോത്ര, അവകാശങ്ങൾ പ്രാപിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കേണ്ട സാഹചര്യങ്ങൾ വരും. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഈ കാലേബ് യോശുവയും മരിച്ചു, അല്ല, യോശുവയോട് മോശ മരിച്ചു. മോശയോടാ പറയുന്നത്, എന്റെ മകനായ യോശുവയും കാലേബും അവരെന്നോട് പൂർണ്ണമായി പറ്റിച്ചേർന്ന് നിന്നതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഈ അവകാശം പ്രാപിക്കും. അവർ ഈ വാഗ്ദത്ത ദേശത്തെത്തും. എന്തുകൊണ്ടാ? എന്നോട് പൂർണ്ണമായി നമ്മുടെ ഒരു വാക്കുണ്ട്. ഇടയ്ക്കിടയ്ക്കല്ല. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അപ്പന്റെ ഭവനത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അവകാശവും അനുഗ്രഹവും പ്രാപിക്കുന്നവരായിട്ടല്ല, എന്റെ കൂടെ പൂർണ്ണമായി പറ്റിച്ചേർന്ന് നിന്നതുകൊണ്ട്. ഹല്ലേലൂയ. മന്ന കിട്ടിയപ്പം മാത്രമല്ല, കാടപ്പക്ഷി കിട്ടിയപ്പം മാത്രമല്ല, ഹല്ലേലൂയ, മാറയുടെ അനുഭവത്തിൽ മാത്രമല്ല, പിറുപിറുക്കാതെ ഭാഷകളുണ്ടല്ലോ, ഇതൊക്കെ ഞാൻ പ്രാപിക്കേണ്ടതാണല്ലോ എന്ന് ചോദിച്ചെത്ര പേർ അപ്പനോട് വാങ്ങിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ റൂമിൽ കയറിയിരുന്നു കൊണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാപിച്ച് സ്തോത്ര അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ അപ്പന്റെ അടുത്തു നിന്ന് പ്രാപിച്ചെടുക്കുവാണെങ്കിൽ ഒരു ശത്രുവിനും ഒരു ഭൗതികതയ്ക്കും നിന്നെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. കാരണം ഞാൻ അത് തെളിയിക്കാം. ഹല്ലേലൂയ. നമ്മള് ഭൗതിക കാര്യത്തിനു വേണ്ടി കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുമ്പോ പക്ഷെ നമ്മുടെ ഈ ആത്മീക കാര്യത്തിന്റെ എന്ത് ചെയ്യുക, മൂല്യച്യുതി നഷ്ടപ്പെടുക. പക്ഷേ നമ്മളെ ആത്മീയ കാര്യത്തിനൊന്ന് ചുമൽ കൊടുത്ത് നോക്കിക്കേ, കർത്താവ് ബാക്കി എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ നിന്ന് അവകാശവും ആ അധികാരവും നമുക്ക് നൽകി തരുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ. ഈ മകൾ ആമേൻ ആമേൻ ഈ മകളും വന്നിട്ട് അപ്പനോട് പറയുന്നുണ്ട്, അപ്പാ നീ എന്നെ തെക്കേ നാട്ടിലേക്കാണല്ലോ അയച്ചിരിക്കുന്നത്, അവിടെ എനിക്ക് എന്തില്ല, നീരുറവ് വേണം. ഈ നീരുറവ് എന്തിനാ കാണിക്കുന്നേ? ഹല്ലേലൂയ. അവൾ അപ്പനോട് എന്താ ചോദിച്ചേ? അപ്പന്മാർ അവകാശത്തെ കുറിച്ച് ദർശനമുള്ളവരാണെങ്കിൽ തലമുറ ഒരു പടിയും കൂടെ. അവൾ മലയല്ല ചോദിച്ചത്, അവൾ ഹല്ലേലൂയ സ്ഥലമല്ല ചോദിച്ചത്, അവൾക്ക് സ്ഥലം കിട്ടി. ഇനി അവൾക്ക് വേണ്ടത് എന്താണെന്നറിയാമോ? നീരുറവ. ഹല്ലേലൂയ. ഇന്ന് പകലും ഞാൻ പറയട്ടെ, കർത്താവിൽ വളരണം. ഹല്ലേലൂയ. ഒരു സ്റ്റെപ്പും കൂടെ വളരണം. പാലും കുടിച്ചെന്നും ഇരിക്കരുത്. ആമേ, അപ്പന് വേണ്ടി വളരണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, അവൾ ദൈവത്തോട് നീരുറവ് ചോദിച്ചു. കർത്താവിന്റെ വചനം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദിയൊഴി വെള്ളം കുടിക്കുന്നവൻ ഒരു